നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ഡോക്ടർ പി കെ രഞ്ജീവിന്റെ ഉദണ്ഡ രാജ്യത്തെ കഴുതകൾ പുസ്തക പ്രകാശനം ഹോട്ടൽ ഹോറിസോൺ ഇന്റർനാഷണൽ മിനി ഹാളിൽ നടന്നു. എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. 21 ചെറുകഥകളുടെ സമാഹാരമാണ് പുസ്തകം. തളിപ്പറമ്പ് സത്യസായി ഹോമിയോ ക്ലിനിക് ഉടമ ഡോക്ടർ രഞ്ജീവിന്റെ ആദ്യ കഥാസമാഹാരം കൂടിയാണിത്. തളിപ്പറമ്പ് സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിറവക്ക് മൊട്ടേമൽ മാളിലെ മിനി ഹാളിൽ എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. അല്ലെങ്കിൽ യാതൊരു ഉത്തരവാദിത്വമൊന്നുമില്ലാത്ത മനുഷ്യരെ കുറിച്ച് പറയും അവനൊരു കഥയൊന്നും ഇല്ലാത്തൊരുത്തനാന്ന് പറയും. ഇങ്ങനെ ഉടനീളം കഥ എന്നുള്ള ഒരു സാധനവും നമ്മളെല്ലാം തന്നെ ശരിക്കും എല്ലാ മനുഷ്യരും കഥാകാരന്മാരായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് അത് കുറച്ചുകൂടി മൂർത്തമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വരും. കാരണം നമ്മൾ എത്രയോ ചെറിയ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാനൊരല്പം ലേറ്റായി നമ്മൾ മക്കളോട് ചോദിച്ചാൽ അവനൊരു ചെറിയൊരു കഥ ഉണ്ടാക്കി പറയും. അത് വരുമ്പോൾ അവിടെ വരുമ്പോൾ ഒരു വഴിയിലൊരു പശു അപ്പോൾ കുത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് പേടിയായിട്ട് ഞാൻ കുറേ സമയം വേറെ വഴിക്ക് പോയിട്ട് വരുന്ന വരവാ. അപ്പോൾ ഒരു കഥ അവിടെ അവതരിപ്പിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ ഇത്തരം സങ്കീർണതകൾ ഒരു ബദിൽ എന്നുള്ള ഒരു ചികിത്സ എന്നുള്ളതിലും ബദിലായിട്ടുമാണ് സത്യത്തിൽ കഥകൾ നിൽക്കുന്നത്. ഒരു സമാന്തര ജീവിതം അതിൻ്റെ ഒപ്പം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് പല വിധത്തിലുണ്ട്, പല രീതിയുണ്ട്. ലോകത്തിൽ ഒരുപാട് 10,000-കണക്കിന് വൈവിധ്യപൂർണമായ കഥന സമ്പ്രദായങ്ങളുണ്ട്. വ്യവസായി മൊട്ടേമൽ രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. സ്മിത ബാബു പുസ്തകാവതരണം നടത്തി. മാധവൻ പുറഞ്ചേരി അധ്യക്ഷത വഹിച്ചു. PCV ജയരാജൻ, MK മനോഹരൻ, ഡോക്ടർ TP നഫ്രിസ ബേബി, പ്രമോദ് കുവേരി, റീച്ച മുകുന്ദൻ, NC നമിത, വിജയ് നീലകണ്ഠൻ, സദാശിവൻ ഇരിങ്ങൽ എന്നിവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.